രണ്ടാം കൃതി സമവാക്യങ്ങളെ വർഗം പൂർണ്ണമാക്കി പരിഹരിക്കുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മട്ടത്രികോണവുമായി ബന്ധപ്പെട്ട അത്തരമൊരു പ്രശ്നം നമുക്ക് നോക്കാം. ഒരു മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങളിൽ ഒന്നിന് മറ്റേ വശത്തേക്കാൾ 5 സെന്റിമീറ്റർ നീളം കൂടുതലാണ്. ത്രികോണത്തിന്റെ പരപ്പളവ് 12 ചതുരശ്ര സെന്റിമീറ്ററാണ്. ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം എത്രയാണ്? ആദ്യം ഒരു മട്ടത്രികോണം നോക്കാം. ഈ ത്രികോണത്തിന്റെ ഒരു ലംബവശം x എന്നെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ലംബവശം എന്താവും? ഇത് x+5 ആകും. അപ്പോൾ ത്രികോണത്തിന്റെ പരപ്പളവ് സമം 1/2x ഇൻറ്റു x+5 ആകും. ഇത് 12 ചതുരശ്ര സെന്റിമീറ്റർ ആണല്ലോ. അതായത് 1/2x ഇൻറ്റു x+5 സമം 12. ഇനി നമുക്ക് ഇതേപോലെ ഒരു മട്ടത്രികോണം ഇതിനോട് ചേർത്ത് വെച്ച് നോക്കാം. അപ്പോൾ എന്ത് കിട്ടി? ഒരു ചതുരമായല്ലോ. അതായത് വീതി x-ഉം നീളം x+5-മായ ഒരു ചതുരമായി. അതിന്റെ പരപ്പളവ് 12 + 12 സമം 24 ചതുരശ്ര സെന്റിമീറ്ററുമായി. അതായത് ചതുരത്തിന്റെ പരപ്പളവ് x ഇൻറ്റു x+5 സമം 24. x² + 5x സമം 24. ഈ ചതുരത്തിൽ നിന്നും x വശമായ ഒരു സമചതുരം മുറിച്ചു മാറ്റാം. ബാക്കി വരുന്ന ഭാഗത്തിന്റെ പരപ്പളവ് 5x. ഈ ചതുരത്തെ 2 തുല്യ ഭാഗങ്ങളായി മുറിക്കാം. ഇതിൽ ഒരു പകുതിയെ സമചതുരത്തിന്റെ ഒരു വശത്തിനോടും രണ്ടാമത്തെ പകുതിയെ തൊട്ടടുത്ത വശത്തിനോടും ചേർത്ത് വയ്ക്കാം. ഈ രൂപത്തിന്റെ ആകെ പരപ്പളവ് 24 ചതുരശ്ര സെന്റിമീറ്ററാണ്. ഈ രൂപത്തിനെ സമചതുരമാക്കാൻ എന്ത് ചെയ്യണം? ഇതിന്റെ മുകളിൽ വലത്തെ അറ്റത്ത് ഒരു സമചതുരം ചേർത്ത് വെച്ചാൽ പോരെ? ഈ സമചതുരത്തിന്റെ ഒരു വശം എത്രയാണ്? അത് 5/2 സെന്റിമീറ്റർ ആണെന്ന് ചിത്രത്തിൽ നിന്നും വ്യക്തമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സമചതുരം ചേർത്ത് വെച്ച് വലിയ ഒരു സമചതുരം ഉണ്ടാക്കാം. അപ്പോൾ പരപ്പളവിലുണ്ടാകുന്ന വർധനവ് സമചതുരത്തിന്റെ പരപ്പളവായ 5/2² ആയിരിക്കും. അതായത് വലിയ സമചതുരത്തിന്റെ പരപ്പളവ് സമം 24 + 5/2² സമം 24 + 25/4 സമം 121/4. എന്നാൽ ഈ വലിയ സമചതുരത്തിന്റെ ഒരു വശം x+5/2 ആണല്ലോ. അതിനാൽ അതിന്റെ പരപ്പളവ് x+5/2² ആയിരിക്കും. അതായത് x+5/2² സമം 121/4. x+5/2 സമം ±11/2. അപ്പോൾ x സമം -5/2 ±11/2 സമം -5 + 11/2 അല്ലെങ്കിൽ -5 - 11/2 സമം 6/2 അല്ലെങ്കിൽ -16/2 സമം 3 സെന്റിമീറ്റർ. ന്യൂനസംഖ്യകൾ വശം ആകില്ലല്ലോ. അതായത് ത്രികോണത്തിന്റെ ലംബവശങ്ങൾ 3 സെന്റിമീറ്റർ, 3 + 5 സമം 8 സെന്റിമീറ്റർ.